അയ്യോ! അങ്ങനെ ഞാൻ ഫൈനലി വീടെത്തി. എനിക്കാണെങ്കിൽ മുഖത്തെ സാധനം ഇങ്ങനെ കഴുകി കളയാതെ ഒരു സമാധാനമില്ല. ആദ്യം തന്നെ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് നേരെ ഞാൻ പോയി എണ്ണയെടുത്ത് മുഖത്തെ കണ്ണിലെ കരിയും പിന്നെ ഐബ്രോ വരച്ചതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം വെള്ളം വെച്ചൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ ഡോട്ട് ആൻഡ് ഗീയുടെ ഒരു ഫേസ് വാഷ് എനിക്ക് ഈ ഫേസ് വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ എന്തോ ഇത് ചെയ്യുമ്പം ഒരു കൂളിംഗ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം ഞാൻ മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഞാനൊരു ആക്ലോജിക്കയുടെ ഒരു ഫേസ് ടോണർ അടിച്ചു കൊടുത്തു. ടോണർ അടിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ണിലല്ല മുഖത്താണ് അടിക്കേണ്ടത്. കണ്ണിലടിച്ച കണ്ണ് നീറി കണ്ണ് പണ്ടാരം അടങ്ങും. അതുകൊണ്ട് കണ്ണിലടിക്കരുത്, മുഖത്തടിക്കണം. അതിൻ്റെ അടി എഴുതി വെച്ചിട്ടുണ്ട് കണ്ണിലടിക്കരുത്. പക്ഷെ എന്നാലും കണ്ണിലേ അടിക്കും. പിന്നെ ഞാനൊരു ലാക്റ്റോയുടെ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്തു. ഇതൊരു വൈറ്റമിൻ സിയുടെ എങ്ങാണ്ട് ഫേസ് മാസ്ക് ആണ്. ഇതിനകത്ത് എഴുതി വെച്ചിരുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ബൂസ്റ്റർ എന്നൊക്കെയാണ് എനിക്ക് എഴുതി വെച്ചത്. ഇതിന് മുന്നേ ഞാൻ ഒരു ഗ്രീൻ ടീയുടെ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അത് യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഈ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ നീറിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരും. അല്ലാതെ മുഖത്തിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായത് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ എടുത്ത് ഞെക്കി പിളുത്തിയപ്പം അതിൻ്റെ അകത്തെ കുറച്ച് സെറം മാത്രം അടി മാത്രം വന്നിരുന്നു. ഈ താടിയുടെ ആ ഭാഗം മാത്രം കുറച്ചല്ല കുറച്ചധികം തന്നെ വന്നിരുന്നുകൊണ്ട് ഈ താടിയിൽ ആ സാധനം ഇരിക്കുന്നില്ല. വെക്കും തോറും ഇങ്ങനെ ഒഴുകി 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 പോവുക. പിന്നെ ഞാനത് മുറിച്ചൊക്കെയാണ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ മാസ്ക് വയ്ക്കുമ്പോൾ മുറിക്കും. കാര്യം എൻ്റെ ഫേസിന് ഒരു മാസ്കും അങ്ങനെ ഇരിക്കത്തില്ല. മൂക്കാണെങ്കിലും അപ്പർ ലിപ്പാണ് മെയിൻ പ്രശ്നം. കാര്യം ഈ സാധനം ഞാൻ ശ്വാസം എടുക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ആ സെറത്തിലൊക്കെ മുക്കിയിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്. മൂക്കിൻ്റെ ഭാഗം എനിക്കത് ഇരിക്കത്തില്ല. പിന്നെ താടിയുടെ ഭാഗം ഭയങ്കര വലുതാണ്, അപ്പോൾ ഇരിക്കത്തില്ല. ഞാൻ പിന്നെ വെട്ടിയൊക്കെ വെച്ചിട്ടും ഞാനിങ്ങനെ ഇങ്ങനെ അനക്കുമ്പം ഈ സാധനം എന്തോ ഇളകി 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 പോകും. പിന്നെ ഞാൻ അതിനകത്തിരുന്ന് ബാക്കി സെറവും സാധനവും ഒക്കെ എടുത്ത് താടിയിലും പിന്നെ മുഖത്തും കയ്യിലും പിന്നെ കഴുത്തിലൊക്കെ തേച്ചപ്പോഴാണ് ഈ കുറച്ചെങ്കിലും ഒന്ന് അടങ്ങിയിരുന്നത്. പിന്നെ ഞാൻ ഈ മാസ്കിൽ പിന്നെ എടുത്ത് തേച്ച് അപ്പർ ലിപ്പിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ മുക്കി ഞാൻ എടുത്ത് വെക്കുമായിരുന്നു. അതൊക്കെ തേച്ചതിന് ശേഷം ഞാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ സാധനം എടുത്ത് മാറ്റിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു മാറ്റം തോന്നിയെന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം തോന്നിയില്ല. ഒരു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു മാറ്റം തോന്നാത്തത്. പക്ഷേ എനിക്കൊന്നും തോന്നിയില്ല. സ്കിൻ ബ്രൈറ്റനിങ് ബൂസ്റ്റർ എന്നൊക്കെ എഴുതിയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഞാനൊരു ലിബാം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ 2-3 മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടം ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാളെന്ന് വെച്ചാൽ 2-3 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഉലുവ വെള്ളം മുടിക്ക് അടിച്ചു കൊടുക്കുന്നത്. മുടി വെട്ടിയിട്ട് മുടി വളർത്താൻ പെടുന്ന ഓരോരോ തന്ത്രപ്പാടെ. എന്തിനാ മുടി വെട്ടുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴത്തെ ആ ഒരു ത്വരയെ വെട്ടുന്നതാണ്. പിന്നെ അങ്ങ് വിഷമല്ല എന്തിനാ വെട്ടിയെന്നൊക്കെ. പിന്നെ ഞാൻ ഈ ഉലുവ വെള്ളമൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് മസാജ് ചെയ്താലും മുടി വളരും എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഉറപ്പായിട്ടും പറയുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.